ശബരിമല സ്വർണ്ണക്കൊള്ള നടത്തിയവർ ഏതൊക്കെ കുറ്റമാണ് ചെയ്തത്? കഴിഞ്ഞ ദിവസം ഒരു ചാനൽ ചർച്ചയിൽ ഞാൻ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തപ്പോൾ ചർച്ചയ്ക്ക് വന്ന ഒരാൾ കൃത്യമായിട്ട് ചോദിച്ചു, എന്ത് കുറ്റങ്ങളാണ് ശബരിമലയിൽ നടന്നിട്ടുള്ളത്? റോബറി ഡക്കോയിറ്റി ഉണ്ടോ എന്നൊരു ചോദ്യം വന്നു. ഞാൻ പറഞ്ഞു, റോബറി ഡക്കോയിറ്റി പിടിച്ചുപറിയില്ല. റോബറി ഡക്കോയിറ്റി എന്ന് പറഞ്ഞാൽ 397 ഇന്ത്യൻ പീനൽ കോഡിൽ, കാരണം 2019 ഇന്ത്യയിലെ ഇന്ത്യൻ പീനൽ കോഡും ക്രിമിനൽ പ്രൊസീജിയർ കോഡും എവിഡൻസ് ആക്റ്റാണ് നിലവിലുണ്ടായിരുന്നത്. 2023 ശേഷമാണ് പുതിയ നിയമങ്ങൾ വരുന്നത്. അപ്പോൾ അതിനു മുമ്പ് നടന്ന കുറ്റമായതുകൊണ്ട് ഇന്ത്യൻ പീനൽ കോഡിലെ കുറ്റം മാത്രമേ നമുക്ക് ഈ കുറ്റചാർജിൽ ഇടാൻ കഴിയുള്ളൂ. അപ്പോൾ അവിടെ നടന്ന റോബറി ഡക്കോയിറ്റി അല്ല, കാരണം അതിനകത്തൊരു ചീറ്റിംഗ് എലിമെൻറ്റും ഒരു കൺസെൻറ്റും ഒക്കെ വന്നതുകൊണ്ട് റോബറി ഡക്കോയിറ്റി ഇല്ല, 397 വരുന്നില്ല. അതേസമയത്ത് മോഷണമുണ്ട്. മോഷണത്തിൻ്റെ സെക്ഷൻ റിമാൻഡ് ആപ്ലിക്കേഷനിൽ ഇട്ടിട്ടില്ലല്ലോ എന്നൊരു ചോദ്യം വന്നിരുന്നു. പക്ഷേ റിമാൻഡ് ആപ്ലിക്കേഷനിൽ ശബരിമലയിലെ സ്വർണം അപഹരിച്ചെടുത്തുകൊണ്ട് പോയി എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അത് 380 IPC മോഷണം തന്നെയാണ്. വെളിയിലുള്ള ഒരു സാധനം ഒക്കെ എടുത്തുകൊണ്ട് പോയാൽ 379 മോഷണം. ഒരു ഡൊല്ലിംഗ് ഹൗസ് അല്ലെങ്കിൽ വീട് അല്ലെങ്കിൽ ബിൽഡിങ് അങ്ങനെയുള്ള സ്ഥലത്തുനിന്ന് കയറി എടുത്താൽ 380 ഇന്ത്യൻ പീനൽ കോഡിലെ കുറ്റമാണ്. 3 വർഷത്തെ 350 7 വർഷം വരെ തടവുണ്ട്. അത് മോഷണമാണ്. പക്ഷേ ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടുത്തെ ജീവനക്കാരനല്ല. അതുകൊണ്ട് മറ്റു കള്ളന്മാരൊക്കെ ചെയ്യുന്ന പോലെ മോഷണത്തിന് പങ്കുള്ള അയാൾക്ക് 380 തന്നെ. അതേസമയത്ത് ദേവസ്വം ബോർഡിലെ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള എംപ്ലോയീസ്, അവർ സർക്കാർ ജീവനക്കാരനാണ്, എംപ്ലോയീസാണ്. അപ്പം കള്ളന്മാരെ പോലെ 380 ഇടത്തില്ല, 381 ഇന്ത്യൻ പീനൽ കോഡിൽ. 7 വർഷത്തെ ശിക്ഷയാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ റോബറി ഡക്കോയിറ്റി ബലം പ്രയോഗിച്ച് 4 കൂടുതൽ ആൾക്കാർ കൂടെ ചേർന്ന് നടത്തുന്ന ബലപ്രയോഗത്തിൽ കൂടെ സ്വത്തുക്കൾ കൈവശപ്പെടുത്തുന്നതാണ് റോബറി. അത് ഇതിൻ്റെ അകത്തില്ല. പിന്നെ ഇവർ ശബരിമല അയ്യപ്പനെയും അയ്യപ്പൻ്റെ ചുറ്റുമുള്ള സ്വർണം പൂശലും സ്വർണം പൊതിഞ്ഞിരിക്കുന്നതെല്ലാം ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെയും ജീവനക്കാരെയും എല്ലാം വിശ്വാസ്യതയോടെ ഏൽപ്പിച്ചതാണ്. പക്ഷെ അവർ മോഷ്ടിച്ചു. അപ്പോൾ അവരെ ആ വിശ്വാസം തെറ്റി. ആരും പ്രതീക്ഷിച്ചില്ല ഇവർ മോഷ്ടിക്കുമെന്ന്. അതുകൊണ്ട് ക്രിമിനൽ ബ്രീച്ച് ഓഫ് ട്രസ്റ്റാണ്. കാരണം വിശ്വാസവഞ്ചന കാണിച്ചു. പൊന്നും സ്വർണവും അതുപോലെ തന്നെ അയ്യപ്പനെയും അവിടെയുള്ള സ്വത്തുക്കളൊക്കെ ഇവരെ ഗവൺമെൻറ് അവർ കാത്തു സൂക്ഷിക്കുമെന്ന് കരുതി അവരെ ഏൽപ്പിച്ചതാണ്. പക്ഷേ മോഷ്ടിച്ചു. അപ്പം ക്രിമിനൽ ബ്രീച്ച് ഓഫ് ട്രസ്റ്റ് വന്നിരിക്കുന്നു. അത് 405 IPC ആണ്. 3 വർഷത്തെ തടവാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ഇവിടുന്ന് മോഷ്ടിച്ചുകൊണ്ട് പോയി അത് സ്വർണവും അതുപോലെ ആ സ്വർണം പൊതിഞ്ഞതുമൊക്കെ ബാംഗ്ലൂരും ഹൈദരാബാദിലും ചെന്നൈയിലൊക്കെ സാധനം ചെന്നു. അപ്പോൾ അവിടെ ചിലരത് വാങ്ങിച്ചു. ശബരിമലയിലെ ആ ദേവൻ്റെ ആ കോവിലിലെ സ്വർണമാണ് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അവർ വാങ്ങിച്ചു. അപ്പോൾ ഒരു ഡിസോണസ്റ്റ് ഇൻറ്റൻഷൻ, മോശ വിചാരത്തോടുകൂടി തന്നെയാണ് വാങ്ങിച്ചത്. അപ്പോൾ 411 IPC അനുസരിച്ച് അവരെ ഇടാം, 3 വർഷത്തെ തടവ്. അതേസമയത്ത് ഈ സ്വർണം അടിച്ചുകൊണ്ട് പോയത് പകലും അവിടുന്ന് എടുത്തുകൊണ്ട് പോയി, രാത്രിയിലും 6 ശേഷവും എടുത്തുകൊണ്ട് പോയി. അപ്പോൾ ഒരു വീട്ടിലൊരു കള്ളം കയറി അല്ലെങ്കിൽ ഒരു ബിൽഡിങ് കയറി മോഷ്ടിച്ചാൽ പകലാണെങ്കിൽ 454 IPCയുടെ കുറ്റമാണ്, ഹൗസ് ബ്രേക്കിംഗ്. രാത്രിയിലാണെങ്കിൽ 457. 2 സെക്ഷനും പകലും പൊട്ടിച്ചാലും രാത്രി പൊട്ടിച്ചാലും ഹൗസ് ബ്രേക്ക് ചെയ്താണ് പോകുന്നതെങ്കിൽ അത് 10 വർഷത്തെ തടവാണ് പറഞ്ഞിരിക്കുന്നത്.
അപ്പം 454, 457 ഉണ്ണികൃഷ്ണൻ പോറ്റി തുടങ്ങിയവർക്ക് ആ ശബരിമലയിലെ എംപ്ലോയീസ് അല്ലാത്തതുകൊണ്ട് അവർക്ക് 454 അത് 457 ഇടേണ്ടി വരും. പിന്നെ നമ്മൾ ഇവരെ ഒരു മകസർ എഴുതി, അതിനകത്ത് ചെമ്പാണ് അത് എന്നൊക്കെ എഴുതിയ മകസർ, വാസു ഉൾപ്പെടെയുള്ളവർ ആ മകസർ കള്ളമൗസർ എഴുതിയുകൊണ്ട് 465 IPC ഫോൾസ് ഡോക്യുമെൻ്റ് മകസർ കൃത്രിമം കാണിച്ചു. കാണിച്ചതിന് മാത്രം 2 വർഷത്തെ തടവാണ്. പിന്നെ ഇതിനകത്തൊരു വലിയൊരു പ്രത്യേകത കാണുന്നത്, ഒറിജിനൽ സാധനം ശബരിമല ദ്വാരപാലക ശില്പവും അതിൻ്റെ വാതിലും കട്ടിലപ്പടിയൊക്കെ അവിടുന്ന് കൊണ്ടുപോയി. തിരിച്ചു വന്നിരിക്കുന്ന ആ സാധനമല്ല, ഡ്യൂപ്ലിക്കേറ്റ് സാധനം. അപ്പോൾ ഒറിജിനൽ സാധനം മാറ്റിയിട്ട് പകരം നമ്മളെ വിശ്വസിപ്പിക്കത്ത രീതിയിൽ, ചതിക്കത്തക്ക രീതിയിൽ നമുക്കത് ഒറിജിനലാണെന്ന് തോന്നത്തക്ക രീതിയിൽ സാധനം കൊണ്ട് വെച്ചു. അത് ഇന്ത്യൻ പീനൽ കോഡിൽ അങ്ങനെ ചെയ്യുന്നത് 487 IPC ആണ്. അതിന് 3 വർഷത്തെ ശിക്ഷ കിട്ടും. ഇപ്പം മൊത്തം നമുക്ക് ശബരിമലയിൽ അവിടെ UB ഗ്രൂപ്പുകാരെ 42 കിലോ സ്വർണം കൊടുത്തെങ്കിലും 30 കിലോയോ മാത്രമേ പൊതിയുകയും പൂശുകയും ചെയ്തുള്ളൂ എന്നാണ് വരുന്നത്. എന്തായാലും അതിനൊരു മകസറുണ്ട്. അത് കാണാതെ, അത് കൊടുക്കാതെ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ കളിച്ചു. അവസാനം SIT അത് ദേവസ്വം ബോർഡ് ഓഫീസിൽ നിന്ന്, അവിടുത്തെ PWD ചീഫ് എഞ്ചിനീയർ ഓഫീസിൽ നിന്ന് അത് കണ്ടെടുത്തു. അപ്പോൾ മകസർ നമുക്ക് കിട്ടി. UB ഗ്രൂപ്പുകാർ ശബരിമലയിലെ 1998-99 പൂശിയത് അല്ലെങ്കിൽ പൊതിഞ്ഞത് എത്രയുള്ളതെന്ന് കൃത്യമായ അതിൻ്റെ തൂക്കം, ഓരോ സ്ഥലത്തും പൊതിഞ്ഞതിൻ്റെ തൂക്കം പറയുന്നുണ്ട്. അപ്പം നമുക്ക് അവിടെ പൊതിഞ്ഞ എത്രയാണെന്ന് കിട്ടി. എന്തായാലും 30 കിലോയോളം പൊതിഞ്ഞിരിക്കുന്നു അവിടെ. പിന്നെ നമുക്ക് കൊടിമരമുണ്ട്. അതിൽ നിന്ന് എന്ത് പൊട്ടിച്ചെന്ന് ഇതുവരെ ആരും പറഞ്ഞില്ല. കൊടിമരത്തിൽ ഏകദേശം 9-10 കിലോ സ്വർണ്ണമാണ്. അപ്പോൾ 40 കിലോ സ്വർണം ശബരിമല അയ്യപ്പൻ്റെ അവിടെ മുമ്പിൽ ഉണ്ട്. 40 കിലോ എത്ര കോടി വരുമെന്ന് നമ്മൾ കണക്കാക്കിക്കോളൂ. അതിനകത്തുനിന്ന് അവിടുന്ന് കൊണ്ടുപോയത് എത്രയാണെന്ന് നമുക്കറിയില്ല, പക്ഷെ കണ്ടുപിടിക്കാം. ശബരിമല പൂശിയതും എല്ലാം മൊത്തം കണക്ക് മകസറിലുണ്ട്. ഇപ്പോൾ അവിടെ മിച്ചം എത്രയുണ്ട്, ഇപ്പം പൂശിയതിൻ്റെ ആ മോൾഡ് മാറ്റിയതിൻ്റെ എല്ലാം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അത് കണ്ടുപിടിക്കാനുള്ള SITയുടെ നടപടി തുടങ്ങിയതൊക്കെ നമ്മൾ കണ്ടു. അപ്പം മൊത്തം അവിടുന്ന് എത്ര വെളിയിലോട്ട് പോയി, ഇപ്പം അവിടെ ഇരിക്കുന്ന പ്രതിഷ്ഠയിൽ അല്ലെങ്കിൽ ദ്വാരപാല ശില്പത്തിലും ആ കട്ടിലയിലും വാതിലൊക്കെ ഇപ്പം എത്രയുണ്ട്. അപ്പം മൊത്തം അവിടെ എത്ര പൂശിയെന്ന് അറിയാം, ഇപ്പം അവിടെ ഉണ്ടെന്ന് നമുക്കറിയാം. വെളിയിലോട്ട് പോയ ശേഷം എത്ര തിരിച്ചു വന്നു, സ്വർണ്ണാഭരണമായിട്ടും അല്ലാതെയും എത്ര തിരിച്ചു വന്നു. അപ്പോൾ അതിനൊക്കെ ഒരു കണക്കുണ്ട്. ആ കണക്ക് കൃത്യമായിട്ട് വന്നു കഴിഞ്ഞു. അതുകൊണ്ട് ഹൈക്കോടതി കൊടുത്ത അടുത്ത 4 ആഴ്ചക്കകം ഇത് കുറ്റച്ചാർജ് 2019 ഈ സമയത്തുള്ള മോഷണം മാത്രമാണ് കണ്ടുപിടിക്കാൻ കഴിയുള്ളൂ. ഇനി അവിടെ എത്രത്തോളം മോഷണം ഉണ്ടെന്ന് വളരെ വിപുലമായ ഒരു അന്വേഷണം കണ്ടുപിടിക്കേണ്ടി വരും. അപ്പം നമുക്ക് കൃത്യമായ കണക്ക് ഇപ്പോൾ SITയുടെ കയ്യിൽ വന്നു എന്നാണ് ഞാൻ കരുതുന്നത്. അതുകൂടാതെ അവിടെ ഒരു മേൽശാന്തിയുണ്ട്, പോറ്റിയുണ്ട്. അവിടെ അദ്ദേഹത്തിൻ്റെ കയ്യിൽ താക്കോലുണ്ട്. ആ താക്കോല് വാങ്ങിച്ചിട്ടാണ് ഇവർ തുറക്കുന്നതെന്ന് അറിയില്ല. എങ്കിലും അവിടെ ആ താക്കോല് ഇല്ലെങ്കിലും ഡ്യൂപ്ലിക്കേറ്റ് താക്കോല് ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റിൻ്റെ അല്ലെ ദേവസ്വം ബോർഡ് ഓഫീസിലുണ്ട്. അപ്പോൾ ഈ സാധനം ഇവിടുന്ന് കടത്താൻ നേരത്ത് മേൽശാന്തിയുടെ പൂട്ടിലെ മേൽശാന്തിയുടെ താക്കോലാണോ ഉപയോഗിച്ചത്, അതോ ദേവസ്വം ബോർഡിലെ താക്കോല് ആണോ ഉപയോഗിച്ചത്, അങ്ങനെയുള്ള കാര്യങ്ങൾക്കും വ്യക്തത വരണം. കാരണം അവിടുത്തെ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥർ ആണ് മോഷ്ടിച്ചപ്പം അവരുടെ കൈവശം വിശ്വാസത്തോടെ ഏൽപ്പിച്ച താക്കോല് എടുത്തുകൊണ്ട് പോയോ ഇല്ലയോ എന്ന് SIT കൃത്യമായിട്ട് കണ്ടുപിടിക്കും. ഇപ്പോഴത്തെ ഇതുവരെ അറസ്റ്റ് വാസു വരെ നിന്നു. ഇനി അതിനകത്ത് അറസ്റ്റ് ചെയ്യുന്ന പത്മകുമാർ പല പ്രാവശ്യം വിളിച്ചിട്ട് ഹാജരായില്ല. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ തന്നെ ആരും വിളിച്ചില്ല.
തൻ്റെ വീട്ടിലെ കുടുംബത്തിൽ ഒരു മരണം ഉണ്ടായി അതിൻ്റെ ചടങ്ങുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുകയാണ് എന്ന് പോലീസിനറിയാം. എന്തായാലും ആ ചടങ്ങെല്ലാം കഴിഞ്ഞു. ഇനി അദ്ദേഹത്തിനെ ചോദ്യം ചെയ്യേണ്ട സമയമാണ്. ചോദ്യം ചെയ്ത് കഴിയുമ്പം അദ്ദേഹത്തിനെതിരായിട്ടുള്ള എവിഡൻസുകൾ മറ്റ് പ്രതികൾ കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ പോലീസ് അന്വേഷിച്ച് കണ്ടുപിടിച്ച എവിഡൻസും അദ്ദേഹത്തിനെതിരായിട്ടുണ്ട്. അത് വെച്ച് ഒരു ക്വസ്റ്റ്യൻ ചെയ്യും. വാസുവിനെ ആ സമയത്ത് കസ്റ്റഡിയിലെടുക്കും. പത്മകുമാറിനെയും ആ സമയത്ത് ചോദ്യം ചെയ്യും. ആ അറസ്റ്റ് ഉടനെ ഉണ്ടാവും എന്ന് ഞാൻ കരുതുന്നു. ജയശ്രീ എന്ന ഒരു ലേഡി, അവർക്ക് എന്തോ വൃക്കയ്ക്ക് നേരത്തെ എന്തോ ഓപ്പറേഷൻ ചെയ്തിട്ടുണ്ട്. അവര് ജാമ്യത്തിന് പോയി എങ്കിലും ലോവർ കോടതി കിട്ടിയില്ല. ഹൈക്കോടതി ആദ്യം കൊടുത്തപ്പം അത് തള്ളിക്കളഞ്ഞു. നിങ്ങൾ നേരിട്ട് ഹൈക്കോടതിയിലല്ല വരേണ്ടത്, താഴത്തെ കോടതിയിൽ പോകണം. താഴത്തെ കോടതിയിൽ പോയി അവിടെ അവരുടെ ജാമ്യം തള്ളി. ഇനിയിപ്പോൾ ഹൈക്കോടതിയിൽ പോയിട്ടുണ്ട്. അവരുടെ ശാരീരിക അവശതയും ഒക്കെ കൊണ്ട് പരിഗണിച്ച് അറസ്റ്റിൽ നിന്ന് അവരെ ഒഴിവാക്കാൻ പറ്റില്ല. അറസ്റ്റിൽ നിന്ന് ഒഴിവാക്കി പോലീസ് കസ്റ്റഡിയിലും പോകും. അവർക്ക് മെഡിക്കൽ ട്രീറ്റ്മെന്റ് ഒക്കെ കൊടുക്കും. 2-3 ദിവസം പോലീസ് കസ്റ്റഡിയിൽ അവരെ ചോദ്യം ചെയ്യും. അതിനുശേഷം അവർക്ക് ജാമ്യം കൊടുക്കുന്നതിന് പോലീസിന് എതിർപ്പുണ്ടാകാൻ സാധ്യത കുറവാണ്. ഹൈക്കോടതി അത്ര അവശതയായ ഒരു സ്ത്രീ ആണെന്നുണ്ടെങ്കിൽ അതിന്റെ സർട്ടിഫിക്കറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ കോടതി കണ്ടീഷൻ ജാമ്യം അനുവദിക്കും. പോലീസ് വിളിച്ചാൽ എപ്പം വേണേലും പോകണം, അതിന് തയ്യാറാകണം, പോലീസിനോട് സഹകരിക്കണം. ആ കണ്ടീഷൻ സുഖമില്ലാത്ത സ്ത്രീ ആയതുകൊണ്ട് അവർക്ക് വീട്ടിൽ തന്നെ കാണണം, വേറെ എങ്ങും വിട്ടുപോകാൻ ഒക്കില്ല. അവരുടെ പാസ്പോർട്ടും മറ്റത് സറണ്ടർ ചെയ്യണം. അങ്ങനെയുള്ള കാര്യങ്ങളിൽ കണ്ടീഷൻ വെച്ചിട്ട് കണ്ടീഷൻ ബെയിൽ കൊടുക്കും. പോലീസിന് ഏത് സമയം വേണമെങ്കിലും അവരെ ചോദ്യം ചെയ്യാം. അപ്പൊ അതുകൊണ്ട് അവർക്ക് ജാമ്യം കൊടുക്കുന്നതിന് SITക്കോ അതുപോലെ പോലീസ് ഡിപ്പാർട്ട്മെന്റിനോ അവർക്ക് തടസ്സം ഉണ്ടാവില്ല എന്ന് ഞാൻ കരുതുന്നത്. കാരണം അവര് സിക്കാണെങ്കിൽ തീർച്ചയായിട്ടും ബെയിൽ കൊടുക്കുന്നത് നല്ലത്. അവരെ സബ് ജയിലിലിടുന്നത് അപകടം വരുത്തി വെക്കും. അതുകൊണ്ട് അവരുടെ ആ ഡിമാൻഡ് കോടതി അംഗീകരിക്കും സബ്സിക്വൻ്റ് ആയിട്ട്. എങ്കിലും അറസ്റ്റ് ഒഴിവാക്കാൻ കഴിയില്ല. അറസ്റ്റ് ഒഴി കസ്റ്റഡിയിലും വെക്കും 2-3 ദിവസം. അത് കോടതിയുടെ അനുവാദത്തോടു കൂടി കസ്റ്റഡിയിൽ വെക്കും. അതുകൊണ്ട് കോടതി ചിലപ്പം അവരെ പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് തന്നെ കസ്റ്റഡി കൊടുത്തേക്കും, സബ് ജയിലിലേക്ക് അയക്കാതെ. അവരെ ചോദ്യം ചെയ്ത് കഴിയുമ്പോൾ അവർക്ക് പോലീസിനോട് സഹകരിക്കണം എന്നൊരു കണ്ടീഷൻ മാത്രം വെക്കും. ഇല്ലെന്നുണ്ടെങ്കിൽ അവരുടെ റോള് എത്രത്തോളം ഉണ്ടെന്ന് പോലീസിന് ഇപ്പോൾ SITക്ക് ഇപ്പോൾ അറിയാം. അതുകൊണ്ട് അവരുടെ അറസ്റ്റിനോടൊപ്പം തന്നെ അവരുടെ റിമാൻഡ് റിക്വസ്റ്റ് ജാമ്യം കൊടുത്താലും ജാമ്യം കൊടുക്കുന്നതിന് എതിർപ്പില്ല എന്ന് SIT പറയും എന്നാണ് എനിക്ക് തോന്നുന്നത്. മറ്റൊരു കാര്യം, ഈ പല പ്രാവശ്യം ആവശ്യപ്പെട്ട് പത്മകുമാർ വരാത്തതുകൊണ്ട് പത്മകുമാറിനെ ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്യേണ്ടി വരും. അദ്ദേഹത്തിൻ്റെ നീക്കം എന്തുകൊണ്ടാണ് പോലീസ് വിളിച്ചിട്ട് വരാത്തത്? അപ്പോൾ അതിന് പ്രത്യേക റീസണിങ് ഉണ്ടാവും. എന്തായാലും ചോദ്യം ചെയ്യണം. അതിനു മുമ്പ് വാസുവിനെ പോലീസ് കസ്റ്റഡി വാങ്ങണം. വാസുവിനെ കസ്റ്റഡി കിട്ടിയ ശേഷം പത്മകുമാറിനെ ചോദ്യം ചെയ്യുള്ളൂ. അതുകൊണ്ട് തിങ്കളാഴ്ച വാസുവിനെ കസ്റ്റഡി കിട്ടും എന്നാണ് കരുതുന്നത്. ചൊവ്വാഴ്ച മിക്കവാറും പത്മകുമാറിനെ അറസ്റ്റ് ചെയ്യും. ചൊവ്വാഴ്ച തന്നെ ആ അറസ്റ്റോട് കൂടി തന്നെ ജയശ്രീയെ അറസ്റ്റ് ചെയ്യാനാണ് സാധ്യത. പിന്നെ ആ ആദ്യത്തെ കേസിനെ സംബന്ധിച്ചിടത്തോളം 3-4 പേരൂടെ ഉണ്ട് സ്റ്റാഫായിട്ട്, ജീവനക്കാരായിട്ട്. അവരെ തുടർച്ചയായിട്ട് അവരെ വിളിച്ചു വരുത്തി അറസ്റ്റിൽ ഉൾപ്പെടുത്തും. അതുകൊണ്ട് ശബരിമല കേസിനകത്ത് ഹൈക്കോടതി നിരീക്ഷിച്ച ആ പീരീഡിലെ തട്ടിപ്പും വെട്ടിപ്പും മോഷണവും എല്ലാം ഏകദേശം ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് 4 ആഴ്ചക്കുള്ളിൽ അത്രയും പേരുടെ പേരിൽ കുറ്റച്ചാർജ് കൊടുക്കും. അതേസമയത്ത് ഇതിനകത്ത് മറ്റു പല കുറ്റങ്ങളും കടന്നു വന്നിട്ടുണ്ട്. ജീവനക്കാർ പലരും അവർക്ക് പണം കിട്ടിയിട്ടുണ്ട്. അത് PC ആക്ടിൻ്റെ പരിധി വരും. അതുകൊണ്ട് വിജിലൻസ് രംഗത്ത് വരും. അതോടൊപ്പം തന്നെ ഇവിടെ നിന്ന് പല രൂപങ്ങൾ അല്ലെങ്കിൽ ഒറിജിനൽ ശബരിമല കടത്തിക്കൊണ്ടുപോയതിൻ്റെ ഒറിജിനൽ ഇന്ത്യക്ക് വെളിയിൽ പോയിട്ടുണ്ട്, അതിന് പണം വന്നിട്ടുണ്ട് എങ്കിൽ അത് ED അന്വേഷിക്കും. ED അന്വേഷിക്കാനായിട്ട് അവരൊരു
FIR കോപ്പി റാന്നി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ചോദിച്ചപ്പം കൊടുത്തില്ല. മറ്റൊരു അന്വേഷണം പാരലായിട്ട് വേണ്ട എന്നാണ് കോടതിയുടെ അഭിപ്രായം. ഏതായാലും ഇപ്പോൾ ഹൈക്കോടതിയിൽ അവർ പോയിട്ടുണ്ട്. ഹൈക്കോടതിയുടെ ഡയറക്ഷൻ അനുസരിച്ച് മിക്കവാറും FIR ലഭിക്കും. ഇതിനകത്ത് ഈ ദാരുവാല ശില്പത്തിന് അല്ലെങ്കിൽ കട്ടളപ്പടി അല്ലെങ്കിൽ വാതിൽ അതിൻ്റെ ഒറിജിനൽ ഇവിടെ നിന്ന് കടത്തി ഇന്ത്യക്ക് വെളിയിൽ പോയിട്ടുണ്ടെങ്കിൽ ED വന്നേ പറ്റൂ. ആ സോഴ്സ് മുഴുവൻ ED കണ്ടുപിടിക്കും. അതിൽ വന്ന പണം വിദേശത്തു നിന്ന് വന്ന് ഏത് അക്കൗണ്ടിൽ വന്നു അവർ തീർച്ചയായിട്ടും ആ കാര്യങ്ങൾ ED അന്വേഷിക്കും. അതേപോലെ തന്നെ ശബരിമലയിലെ ഇപ്പോഴത്തെ പ്രസിഡന്റ് പ്രശാന്ത്, അദ്ദേഹത്തിൻ്റെ അറസ്റ്റിലേക്ക് നീങ്ങും കാര്യങ്ങൾ. കാരണം അദ്ദേഹം ഉള്ള സമയത്തും അവസാന കാലഘട്ടത്തിലും ഉണ്ണികൃഷ്ണൻ പോറ്റി വന്നു. അദ്ദേഹം പറഞ്ഞനുസരിച്ച് ശബരിമലയിലെ വാതിലും പടിയും അതുപോലെ വാതിലൊന്നും ഉണ്ണികൃഷ്ണൻ പോറ്റി ഏൽപ്പിച്ചില്ല, നേരിട്ട് ചെന്നൈ കൊണ്ടുപോയി തിരികെ കൊണ്ടുവന്നുവെന്നാണ് അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്. ശബരിമലയിലെ ഒരു സാധനവും ഏത് പ്രസിഡൻ്റായാലും ശരി വെളിയിൽ കൊണ്ടുപോകാനുള്ള അനുമതിയില്ല. അത് വെളിയിൽ കൊണ്ടുപോയിരിക്കുന്നു. അത് മറ്റുള്ളതൊക്കെ പോറ്റി വഴി പോയെങ്കിലും ഇതിങ്ങനെ പ്രശാന്ത് നേരിട്ടാണ് പോയത്. നേരിട്ട് കൊണ്ടേ കൊടുത്തു, ഇവിടുന്ന് ആൾക്കാരെ അയച്ചു. ആ സമയത്ത് അവിടെ പോയ ഒരാൾ പറഞ്ഞു ഇതൊരു തട്ടിപ്പാണ്, ഇത് നമുക്ക് ഇത് ശബരിമലയിലെ വസ്തുക്കൾ നഷ്ടപ്പെടും എന്നൊരു റിപ്പോർട്ട് അവസാനത്തെ പ്രസിഡന്റ് പ്രശാന്തിന് കൊടുത്തെങ്കിലും അത് പോലീസിൽ അറിയിക്കുകയോ അതിന് നടപടി എടുക്കുകയോ പ്രശാന്ത് ചെയ്തില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് പ്രശാന്തിനെയും ഈ കേസിലിട്ട് അറസ്റ്റ് ചെയ്തെങ്കിൽ മാത്രമേ അന്വേഷണം പൂർത്തിയാക്കുകയുള്ളൂ. അതിനുശേഷം വേറെ FIR ഹൈക്കോടതിയുടെ ഡയറക്ഷൻ അനുസരിച്ച് വരും. അതിലേക്ക് വിപുലമായ അന്വേഷണം. അതിനകത്ത് ദാരുവാല ശില്പത്തിലെ മാത്രമല്ല ശബരിമലയിൽ വന്ന മൊത്തം വരുമാനത്തിൻ്റെ എത്ര ഭാഗം ഇപ്പോൾ അവിടെ ഉണ്ട്, എത്ര ഭാഗം തട്ടിച്ചുകൊണ്ട് പോയി, അങ്ങനെയുള്ള കണക്കുകളുടെ പുറത്ത് വരും. അതുകൊണ്ട് അന്വേഷണം 1-2 വർഷം കൂടെ നീളും എന്നാണ് ഞാൻ കരുതുന്നത്.